ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലെ അത്ര ആരോഗ്യപരമല്ലാത്തൊരു വിഭവമാണ് ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ശരിക്കും കഴിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഒരു 150 തൊട്ട് 250 ഗ്രാം, സ്ത്രീകൾക്കാണെങ്കിൽ 100 തൊട്ട് 150 ഗ്രാം അരി ഒരു ദിവസം കഴിക്കാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് നാര് എന്ന് പറഞ്ഞ സാധനം തീരെയല്ല. കാരണം ഇത് നമ്മുടെ സാധാ അരി, മറ്റേത് റിഫൈൻ ചെയ്തതാണ്. ഇനി പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ എന്ത് കഴിക്കാന്നറിയോ? നാരടങ്ങിയ ഫൈബർ അടങ്ങിയ ബ്രൗൺ റൈസ് ഇല്ലേ, ബ്രൗൺ റൈസ്, നെല്ലുത്തരി, അതന്നെ മട്ടരി, അങ്ങനത്തെ വേണമെങ്കിൽ കഴിക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ചോറ് കുറച്ചിട്ട് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കറി കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൽ പ്രോട്ടീന് വളരെ ചെറിയ അളവിലേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീന് ചോറിലില്ല. പിന്നെ ചോറ് അധികം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഉപകാരവും ഇല്ല,